ഹലോ മക്കളെ, നാളത്തെ നിങ്ങളുടെ പരീക്ഷ പേപ്പർ ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ടോട്ടൽ നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ടാവും. ആ 40 മാർക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. ആ ലൈവിൽ എല്ലാവരും വരണം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നാളത്തെ പരീക്ഷയിൽ 40 മാർക്സ് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. കംപ്ലീറ്റ് ചാപ്റ്റർ, കംപ്ലീറ്റ് റൈറ്റിംഗ് സെക്ഷൻ, കംപ്ലീറ്റ് ഗ്രാമർ എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കുന്നതായിരിക്കും. ഇതുകൂടാതെ നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാമിനറോടെ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ തകർത്തിരിക്കും. ഓക്കെ, പേപ്പറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവും? പേപ്പർ നിങ്ങൾ ആദ്യം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു റീഡിംഗ് കോമ്പിനേഷൻ കാണാം. അതൊരു നോൺ റീഡിംഗ് കോമ്പിനേഷൻ ആയിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റീഡിംഗ് കോമ്പിനേഷൻ. പഠിച്ചൊരു ചാപ്റ്ററിൽ ചെറിയൊരു പാസേജ് ഉണ്ടാവും, അന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചാപ്റ്റർ പഠിക്കണം, എന്നാലേ ആ 5 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ അത് സിമ്പിൾ ആയിരിക്കും, കാരണം പാസേജ് തന്നിട്ടാണ് ചോദിച്ചു വയ്ക്കുക. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു നോൺ പോയം കോംപ്രിഹെൻഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം, നമ്മൾ പഠിക്കാനുള്ള പോയംസ് ഇല്ലേ, അതിലൊരു പോയത്തിൻ്റെ ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അതൊന്നും ചോദ്യം ഇങ്ങനെ ഒരു പാസേജ്, അതിൽ 2 സ്റ്റാൻസോ എല്ലാം എന്നിട്ട് അതിലുള്ള ചോദ്യം വിളിക്കും. പോയം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു അൺനോൺ റീഡിംഗ് കോമ്പിനേഷൻ 5 മാർക്കിനുണ്ടാവും. അൺനോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാത്തൊരു ഇതിൽ പാസേജ് വരും, അതിന് ചോദ്യങ്ങൾ ചോദിക്കും. അത് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവരെന്താണ് വളരെ ഈസി ആയിട്ടുള്ള പാസേജ് ഒക്കെ വെക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ആ 5 മാർക്ക് നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ റൈറ്റിംഗ് സെക്ഷനാണ്, അവിടുന്ന് 20 മാർക്കിനാണ് വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിംഗ് സെക്ഷൻ. കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് പഠിക്കാന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ റൈറ്റിംഗ് സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ റൈറ്റിംഗ് സെക്ഷൻ എല്ലാം നമ്മുടെ ചാപ്റ്റേഴ്സ്, നമുക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഇല്ലേ, അത് ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റും നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഓരോരോ റൈറ്റിംഗ്സ് ഡയറി എങ്ങനെ എഴുതണം, ലെറ്റർ എങ്ങനെ എഴുതണം, അതിൻ്റെ ഫോർമാറ്റും പഠിക്കണം. അതുകൂടാതെ അതിൽ ചാപ്റ്ററിൽ നിന്നാണല്ലോ വരിക, അപ്പോൾ ചാപ്റ്റർ നമുക്ക് പഠിക്കണം. ഒക്കെ നമ്മൾ വൈകുന്നേരത്തെ ലൈവിൽ ചെയ്യും. 20 മാർക്കിനാണ് വരിക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവസാനത്തെ ഒരു 5 മാർക്ക് ഗ്രാമർന്ന് വരും. ഈ 5 മാർക്കിൻ്റെ പ്രത്യേകത, ഇവിടെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. റൈറ്റിംഗ് സെക്ഷനിൽ കുറച്ചുകൂടി ഓപ്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗ്രാമർ മര്യാദയ്ക്ക് തന്നെ പഠിക്കണം. അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഗ്രാമർ നമ്മൾ കൂടുതൽ നാളത്തെ ലൈവിലായിരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. മോർണിംഗ് ബൂസ്റ്ററിലായിരിക്കും. അത് 5 മാർക്കല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ഈ 3 മാർക്ക് നേടാൻ, അതായത് 20ഉം 5ഉം 5ഉം 30 മാർക്ക് നേടാനും പിന്നെ ഈ 5 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ 30 മാർക്കിലായിരിക്കും നമ്മൾ ഇന്നത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും വരണം. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയവർ എല്ലാവരും എന്ത് ചെയ്യാം, സാർ മനസ്സിലായി എന്ന് പറയുക. ഇന്ന് ലൈവിൽ വരാൻ പോകുന്നവരെല്ലാവരും സാർ ഇന്ന് ലൈവിൽ ഞാൻ വരും എന്നുള്ള കാര്യം പറയുക. മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവരിക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. മക്കളെ കമന്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. നമുക്ക് ലൈവിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.